കുറിച്ചുള്ള എല്ലാ കഥകളും നെഗറ്റീവും കേട്ട് തന്റെ മനസ്സ് കല്ലായി മാറിയിരിക്കുന്നു. മരവിച്ചു എന്ന് പറയുന്നതാണ് സത്യമെന്നാണ് രേണു സുധി പറയുന്നത്. സുധിച്ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണ് തനിക്ക് ഇത്രത്തോളം നെഗറ്റീവ് കമന്റുകൾ വരുന്നത്. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് രേണു ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. സുധിച്ചേട്ടൻ മരിച്ചുപോയി. വിധവയായ താൻ വീട്ടിൽ ഇരിക്കേണ്ടവളാണെന്നാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ ധാരണ. മാത്രമല്ല, അഭിനയം ഇവർക്കെല്ലാം അഴിഞ്ഞാട്ടമാണെന്ന് കൂടി പറയുകയാണ് രേണു. തന്നെ കാണുവാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് കൂടിയാകും ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. എലിയുടെ മുഖമുള്ളവൾ, പല്ലിയുടെ മുഖമുള്ളവൾ എന്നൊക്കെയാണ് തന്നെ വിശേഷിപ്പിക്കുന്നത് പലരും. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഉടുപ്പും പാവാടയും ടോപ്പും എല്ലാം താൻ ധരിച്ചിരുന്നുവെന്നും ഒരിക്കൽ പോലും താൻ അന്ന് സാരി ഉടുത്തിട്ടില്ല എന്നും രേണു പറയുന്നുണ്ട്. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പബ്ലിക്കായി എക്സ്പോസിംഗ് വസ്ത്രം താൻ ഇടാറില്ല. മറ്റുള്ളതൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി ധരിക്കുന്നതാണ്. അത് തന്റെ ജോലിയാണ്. അതിന്റെ ഭാഗമായി എക്സ്പോസ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്നും രേണു ചോദിക്കുന്നു. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഓവറായി തോന്നാം. തുണിയെടുക്കാതെ നടന്നാലും അത് തന്റെ ഇഷ്ടം. പിന്നെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടില്ല. വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചേനെ എന്നും രേണു പറയുകയാണ്.